ഹായ് ഫ്രണ്ട്സ്, മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു മാങ്ങ, പഴുത്തൊരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കി അതിന് ശേഷം നമുക്ക് അതിൻ്റെ തോലെല്ലാം ഒന്ന് മാറ്റി തോലെല്ലാം ഒന്ന് ചീകിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് തൊടുവാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം മാങ്ങ എല്ലാം കഴുകി അതിൻ്റെ തോലെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം മാങ്ങ നമുക്ക് ആദ്യം നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ സമയം മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ അവർ ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതാ മാങ്ങയെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിനകത്ത് മാങ്ങയെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പാത്രത്തിൽ ഞാനൊരു അല്പം വെള്ളം ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചൈന ഗ്രാസ് ഒരു 10 ഗ്രാം ഉണ്ട്. അപ്പോൾ അതും ഇതുപോലെ നമുക്ക് ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റായി കിട്ടും. ഇപ്പോൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇതിലേക്ക് ഞാൻ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ എന്തെങ്കിലും നല്ലൊരു മണം കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്താൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റായിരിക്കും. ഞാനൊരു മുക്കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് ഇപ്പോൾ ഇത് കുറുകി തുടങ്ങുന്നുണ്ട്. അപ്പോൾ കൈ ഇളക്കാതെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയാ മതിയാവും. ഈ സമയത്ത് നമുക്കിതെടുത്ത് ഈ മാങ്ങ നമ്മൾ നിരത്തി വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഈ പാത്രം ഒന്ന് അനക്കി ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ നമ്മുടെ സാധാരണ റൂമിൽ തന്നെ വെളിയിൽ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ ചൂടെല്ലാം ഒന്ന് മാറി തണുത്ത് വരുന്നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ ഇതാ സെറ്റായിട്ടുണ്ട്. ഈ സമയം നമുക്കൊരു ചെറിയ കത്തിയോ എന്തെങ്കിലും കൊണ്ട് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുത്താൽ മാത്രം മതിയാവും. അതിനുശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ ഇതാ നല്ലപോലെ ഒന്ന് ഇളകി കിട്ടും കണ്ടോ. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ കഴിക്കാനൊക്കെ കൊടുത്ത കേട്ടോ. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റിലുള്ള പുഡിങ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് പീസുകളാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം, നമുക്കും കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് തണുപ്പിച്ചുകൂടെ എടുത്താൽ പറയാനുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റുകളായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. മറന്നു പോരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോഴാണ് വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു സന്തോഷവും ഉത്സാഹമൊക്കെ എനിക്കുണ്ടാകുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബായ്.